കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACB പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ പ്രസവങ്ങളൊക്കെ നടന്നതും മരണം സംഭവിച്ചതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റിപ്പോർട്ട്സ് നമ്മൾ വാർത്തയിൽ കേൾക്കാനിടയായി അല്ലേ. അപ്പോൾ ഈ പ്രസവ സമയത്തെ സങ്കീർണതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇവിടെ ഏറ്റവും അധികം ആളുകൾ ഹോസ്പിറ്റലിൽ പോയി തന്നെയാണ് ഡെലിവറി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കൺസീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറിനെ ചെന്ന് കാണുകയും വേണ്ട വിദഗ്ധോപദേശമൊക്കെ സ്വീകരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ് സാധാരണഗതിയിൽ. പക്ഷെ അതിൽ നിന്ന് വേറിട്ട് ചില രീതികളിലേക്ക് ഇപ്പോൾ പോവുകയും ചില മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ ഇന്നത്തെ ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ പ്രസവം വീട്ടിലാക്കാമോ, എന്തൊക്കെയാണ് പ്രസവ സമയത്തെ കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിനുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ വിഷയങ്ങളും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ കെയറിംഗ് ഹാൻഡ്സ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് ഇന്നത്തെ ഈ വിഷയം, പ്രസവ സമയത്തെ സങ്കീർണതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ളത് ഡോക്ടർ ജീനു ബാബു ആണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, അരുമനയും ഉള്ളൂരുമായിട്ടുമാണ് സ്ഥിതി ചെയ്യുന്നത്. മറ്റ് പല സ്ഥലങ്ങളിലും, വിവിധ സ്ഥലങ്ങളിൽ ബ്രാഞ്ചസ് ഉണ്ട്, വിദേശത്ത് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ എന്തായാലും യാനയിലെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർ ജീനു ബാബു ആണ് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത്. ഡോക്ടറിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഒപ്പം പ്രേക്ഷകരോടായി പ്രസവ സമയത്തെ സങ്കീർണതകൾ എന്നുള്ള ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടർ ജീനു ബാബുവിനോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാം. TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യുക, ഡോക്ടറെ കണക്ട് ചെയ്ത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഡോക്ടർ, ഡോക്ടർ ഇന്ന് ഈ ഒരു വിഷയം എടുത്തത് തന്നെ അതിൻ്റെ ഒരു എന്ത് സാഹചര്യത്തിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രസവം, സുഖപ്രസവം എന്നൊരു ടേം തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് നോർമൽ ഡെലിവറിക്ക്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ഈ നോർമൽ ഡെലിവറി ശരിക്കും നോർമൽ ആണോ, അതോ ഈ പറയുന്ന അത്ര സുഖമില്ലാത്തൊരു ഏർപ്പാടാണോ നോർമൽ ഡെലിവറി? ഒരു ഡോക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് കൂടി ഒന്ന് പറയാമോ? ഒരു ഡോക്ടേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ നോർമൽ ഡെലിവറിയാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. സിസേറിയൻ നമുക്ക് ഡയറക്റ്റായിട്ട് ബേബിയെ ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് സിസേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ ഡെലിവറിക്ക് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മ അവർ നോർമലായിട്ട് ഡെലിവറി ചെയ്യുമോ ഇല്ലയോ എന്ന് തന്നെ അസസ് ചെയ്ത് അവരെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഡോക്ടറുടെ വലിയ കഴിവാണ്. അത് ചിലപ്പോൾ നമുക്ക് ഡെലിവറിക്ക് മുൻപ് പോലും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. ഡെലിവറി ചെയ്യുന്ന സമയത്ത് അമ്മയുടെയും ഇടുപ്പിലൂടെ കുഞ്ഞിൻ്റെ വലിപ്പം അനുസരിച്ച് കുഞ്ഞിന് ഇറങ്ങി വരാനുള്ള സ്ഥലമുണ്ടോ, ചിലപ്പോൾ കുഞ്ഞിന് സ്ഥലം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുഞ്ഞിൻ്റെ പൊസിഷൻ ഒന്ന് മാറിയിരുന്ന് കഴിഞ്ഞാൽ പോലും ഈ ലേബർ പ്രൊലോങ്ഡ് ആവുകയും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒത്തിരി വരികയും അത് തന്നെ ചിലപ്പോൾ സിസേറിയനിലേക്ക് പോവുകയും അങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ ഡെലിവറി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. പിന്നെ പൊതുവെ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് നോർമൽ ഡെലിവറി, എനിക്ക് നോർമൽ ഡെലിവറി മതി, എല്ലാവരും പറയുന്നൊരു കാര്യം, എനിക്ക് നോർമൽ ഡെലിവറി മതി. പക്ഷെ എല്ലാവർക്കും അതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് വരെ ഒന്നും അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ, ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ഡെലിവറി ആകാനുള്ള സാധ്യതകളുമാണ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് നോർമലല്ല, കുറച്ചും കൂടി സിസേറിയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. ഡോക്ടർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പ്രസവിക്കുന്നതിന് എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്, ഡോക്ടറിനെ എന്തിനാ കാണുന്നത്, വീട്ടിൽ തന്നെ പ്രസവിച്ചൂടെ, പണ്ട് കാലങ്ങളിൽ വീട്ടിൽ പ്രസവങ്ങൾ നടത്തിയെന്നല്ലോ, ഇങ്ങനെയൊക്കെ പല ചർച്ചകളും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ച് ഒരു നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് പോലും അതിന് ഇൻഹറൻ്റ് ആയിട്ട് ഒരുപാട് റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് വീട്ടിൽ ഡെലിവറി പാടില്ല, അല്ലെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് തന്നെ അത് പോകണം എന്നാണ് ഡോക്ടർ പറയുന്നത്? അതായത് ഒരു 100 ആളുകളെ എടുക്കുവാണെങ്കിൽ വളരെ ചുരുക്കം ശതമാനത്തിൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ പോലും നമ്മുടെ കേരള സർക്കാരൊക്കെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗൈനക്കോളജി സൊസൈറ്റികളൊക്കെ, സംഘടനകളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മെറ്റേണൽ മോർട്ടാലിറ്റി, അതായത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു അമ്മയും ഒരു കുഞ്ഞും അവരെ വളരെ സുരക്ഷിതമായിട്ട് ഡെലിവറി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അടുത്ത പുതിയ തലമുറയ്ക്കാണ് നമ്മൾ അതിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ ആരോഗ്യമുള്ളൊരു തലമുറയാണ് ഇതിലൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം കേരളം അതിൽ ഒന്നാമത് തന്നെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി ആയാലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആയാലും ന്യൂനേറ്റൽ മോർട്ടാലിറ്റി ആയാലും ഏറ്റവും മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ
കുറഞ്ഞു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ വളരെ ചുരുക്കമാണ് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ. പക്ഷെ അങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റിലൂടെ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻറ്റ് വരിക എന്ന് പറയുന്നത് വളരെയധികം ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കോംപ്ലിക്കേഷൻസ് എത്ര കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവരാണെങ്കിലും എത്ര അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ 3 തവണ പ്രസവിച്ചു അല്ലെങ്കിൽ 4 തവണ പ്രസവിച്ചു എന്ന് പറയുന്നതും ഒരിക്കലും വീട്ടിൽ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു കാരണമല്ല. ആളുകൾക്ക് അറിയില്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡെലിവറിയുടെ നമ്പർ കൂടുന്നതനുസരിച്ച് അവർക്ക് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏജ് കൂടും, ഡെലിവറിയുടെ കൂടുന്നതനുസരിച്ചാണ് അവർക്ക് ബ്ലീഡിങ് റിസ്ക്, പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഒക്കെ വരാനുള്ള സാധ്യതകൾ വരുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് ഏജ് കൂടുന്നവരെയാണ് നമുക്ക് കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് ബ്ലീഡിങ് കൂടുതൽ വരാം. അപ്പോൾ അതുകൊണ്ട് ബേബിയുടെ വലിപ്പം കൂടി വരാം. ഓരോ ഡെലിവറി കഴിയുമ്പോഴും ഡെലിവറി ചെയ്യുന്ന ബേബീസിൻ്റെ വലിപ്പം ചിലപ്പോൾ കൂടുതലായിരിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഷുഗർ, BP അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ ചെക്കപ്പുകളെല്ലാം തുടങ്ങി പ്രഗ്നൻ്റ് ആയതിനു ശേഷം കറക്റ്റായിട്ട് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്നതനുസരിച്ചുള്ള എല്ലാ ടെസ്റ്റുകളും, സ്കാനുകൾ ആവശ്യമാണെങ്കിൽ സ്കാനുകളും പരിശോധനകളും എല്ലാം നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ എത്രയൊക്കെ ചെയ്താൽ പോലും ചില കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമുക്ക് വീട്ടിലൊക്കെ ഡെലിവറി ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും സാക്ഷരത, ഇത്രയും അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുള്ള നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെ നടക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ, നമ്മുടെ ഇവിടെ ഇൻഫന്റ് മോർട്ടാലിറ്റിയും അതുപോലെ പ്രസവിക്കുന്ന സ്ത്രീകളുടെ മരണമൊക്കെ നിരക്ക് വളരെ കുറയാനുള്ള ഒരു കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടേഴ്സിനെ കാണുകയും അങ്ങനെ പോയത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വന്നാൽ പോലും അപ്പൊ തന്നെ അഡ്രസ്സ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നു, ഇനിയുള്ള ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ ഗൈഡ് ലൈൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റികളിലുള്ള മുതിർന്ന തലപ്പത്തിരിക്കുന്നവർ അതിനുള്ള നിബന്ധനകൾ വരുത്തുകയും അത് എല്ലാവരിലേക്കും, നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തുകയും സർക്കുലർ പോലെ എത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെയധികം ഓഡിറ്റ് ചെയ്ത് നടത്തപ്പെടുന്ന ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ വളരെ കുറവാണ് മെറ്റേണൽ മോർട്ടാലിറ്റി. ഡോക്ടർ, ഇനി നമുക്ക് ഈ പ്രസവ സമയത്തുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാൻ തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്? അതായത് ചിലരെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് നമ്മൾ വെക്കാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ആദ്യം അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്നവരെന്ന് വെച്ചാൽ നോർമലായിട്ട് ഒരു കുഞ്ഞ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവരുടെ തലയാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ബട്ടക്സ് ആയിരിക്കും, ബ്രീച്ച് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് നോർമൽ ഡെലിവറിക്ക് നമ്മൾ വെക്കാറില്ല. അതുപോലെ പ്രീവിയസ് ആയിട്ട് ആദ്യത്തേത് സിസേറിയൻ ആണെന്നുള്ളവർ, ചിലപ്പം ചിലർ തന്നെ പെയിനൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നോർമൽ ഡെലിവറിക്ക് വെക്കാം. പക്ഷെ അതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലുണ്ട്. നോർമലിന് വെക്കാൻ പാടില്ല എന്ന നിബന്ധനകളൊന്നും ഒരിടത്തുമില്ല. പക്ഷെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല ആദ്യത്തെ സിസേറിയൻ ചെയ്തവരിൽ. അപ്പോൾ ആദ്യം സിസേറിയൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഷുഗർ, BP കോംപ്ലിക്കേഷൻസ് ഉള്ളവരോ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത്തരക്കാരും സിസേറിയനിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ കുഞ്ഞിൻ്റെ വലിപ്പം ഇപ്പം 5 കിലോയിൽ കൂടുതലാണ്. ലാസ്റ്റ് 9ാം മാസത്തിലെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വലിപ്പം 5 കിലോയ്ക്ക് മുകളിലാണ്. അല്ലെങ്കിൽ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, കുഞ്ഞിൻ്റെ വലിപ്പം 4.5 കിലോയിൽ കൂടുതലാണ്. ഷുഗറുള്ള അമ്മമാർക്ക് 5 കിലോ ആകാൻ പാടില്ല. 4.5 കിലോയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരക്കാരെ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വയ്ക്കാൻ പാടില്ല. പിന്നെ പ്രീവിയസ് ഡെലിവറിയിൽ ഡെലിവറി സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതായത് കുഞ്ഞിൻ്റെ തല വരാൻ ബുദ്ധിമുട്ട്, കുഞ്ഞിനെ വളരെ ബുദ്ധിമുട്ടിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്, അതിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞിന് എന്തെങ്കിലും എർബ്സ് പാൾസി എന്നൊക്കെ പറയും, അതായത് കൈക്കോ കാലിനോ എന്തെങ്കിലും വൈകല്യങ്ങളോ അങ്ങനെയൊക്കെ തളർച്ച പോലെയൊക്കെ വന്നു പോയവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്തരക്കാർ നമ്മൾ അടുത്ത നെക്സ്റ്റ് പ്രഗ്നൻസി വരുമ്പം ഡെലിവറിക്ക് വെക്കാറില്ല. പിന്നെ പ്ലാസൻ്റ താഴെ ഇരിക്കുന്ന കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും, പ്ലാസൻ്റ പ്രീവി എന്ന് പറയും. അതായത് നോർമലായിട്ട് മറുപിള്ള അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള മറുപിള്ള ഗർഭപാത്രത്തിൻ്റെ മുകൾ ഭാഗത്താണ് വരേണ്ടത്. അപ്പോൾ അത് താഴെ വന്നിരുന്നു കഴിഞ്ഞാൽ ഡെലിവറി സമയത്ത് ബ്ലീഡിങ് കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത്തരക്കാരിൽ നമ്മൾ നോർമൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യാറില്ല. പിന്നെ ഏജ് കൂടിയിട്ടുള്ള പ്രഗ്നൻസികൾ, അമ്മയുടെ ഹൈറ്റ് കുറവാണ്, അതായത് 130 സെൻറ്റിമീറ്ററിൽ താഴേക്കാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവരിൽ നമ്മൾ നോർമൽ ഡെലിവറി പറയാറില്ല, സിസേറിയൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് പറയാറുള്ളത്. ഡോക്ടർ, ഈ സിസേറിയൻ്റെ കേസ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ഇങ്ങനെ പറയും നാച്ചുറലി രണ്ടാമത്തതും സിസേറിയനിലേക്ക് തന്നെയാണ് പോകുന്നത്, നോർമലിലേക്ക് പോകാറില്ല. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? അങ്ങനെ സെക്കൻഡ് ടൈം കൺസീവ് ചെയ്യുന്നത് നോർമൽ ആകാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന സ്ത്രീകളും ഉണ്ടാകാമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ
സാധിക്കാതെ പോകുന്നത് അങ്ങനെയാണ്? ഒന്നാമതായിട്ട് രണ്ടാമത്തെ പ്രഗ്നൻസിയും ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഉടനെ തന്നെ അടുത്തത് പ്രഗ്നൻസി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സിസേറിയൻ ആദ്യത്തേതിൻ്റെ ഗർഭപാത്രത്തിലുള്ള മുറിവൊന്നും നല്ല കട്ടിയിലായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരക്കാരിൽ 2 വർഷത്തെ ഗ്യാപ്പിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സിസേറിയനിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഈ പെയിനൊക്കെ വരുന്ന സമയത്ത് ആ സ്റ്റിച്ച് പൊട്ടിപ്പോകാനുള്ള റിസ്ക് ഉണ്ട്. അങ്ങനെ സ്റ്റിച്ച് പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എമർജൻസിയാണ്. അത് പെട്ടെന്ന് അമ്മയ്ക്ക് ബ്ലീഡിങ് വരാനും കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനും ഹാർട്ട് ബീറ്റിനൊക്കെ ബാധിക്കാനുള്ള കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അതൊരു കാര്യം. പിന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫസ്റ്റ് സിസേറിയൻ ഉള്ളവരിൽ നമ്മൾക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും സ്റ്റിച്ച് പൊട്ടിപ്പോകാനുള്ള ഒരു റിസ്ക് കൂടുതലാണ്. എന്നാൽ നോർമലായിട്ട് പെയിൻ വരുന്നവരാണ്, ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞ് പിന്നത്തേത് നോർമലായിട്ട് പെയിൻ വന്നവർക്ക് നമ്മൾ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അത് ചെയ്യേണ്ട സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാനുള്ള സ്ഥലത്ത് വേണം. എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള സെറ്റപ്പുള്ള സ്ഥലത്ത് മാത്രമേ അത്തരക്കാർ ഡെലിവറി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഏത് സമയത്ത് നോർമലായിട്ട് പെയിൻ വന്നു എന്ന് പറഞ്ഞാൽ പോലും ഏത് സമയത്തും ഒരു 100 പേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 0.5% സ്റ്റിച്ച് പൊട്ടാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതും വളരെ കെയർഫുള്ളായിട്ട് തന്നെ സെലക്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ആദ്യത്തെ സിസേറിയനോടൊപ്പം തന്നെ ഷുഗർ, BP, കുഞ്ഞിന് വലിപ്പം കൂടുതലാണ്, കുഞ്ഞിൻ്റെ പൊസിഷൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആദ്യത്തെ സിസേറിയൻ ചെയ്ത കാരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ സിസേറിയൻ ചെയ്ത് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് താഴുകയോ അല്ലെങ്കിൽ കുഞ്ഞ് തിരിഞ്ഞു വരാൻ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് കുറച്ചും കൂടി നോർമലാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ആദ്യമേ തന്നെ കുഞ്ഞിന് ഇറങ്ങി വരാൻ സ്ഥലമില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെയാണ് സിസേറിയൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരക്കാർ ഒരിക്കലും അടുത്തത് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ല. അവർ ഡയറക്റ്റ് സിസേറിയനിൽ തന്നെ പോകുന്നതാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിട്ട് വരുന്നത്. ഡോക്ടർ, സാധാരണ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയെ റെഗുലർലി അസസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിന് ഇത് നോർമൽ ഡെലിവറിയിലേക്കാണോ പോകുന്നത് അല്ല സിസേറിയനിലേക്കാണോ പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമല്ലോ. പക്ഷെ ചില കേസസിൽ നോർമൽ ഡെലിവറിക്ക് ശ്രമിച്ചിട്ട് അവസാന നിമിഷത്തിൽ പെട്ടെന്ന് സിസേറിയൻ ആക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അത് എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അങ്ങനെ ഒരു സിസേറിയൻ ലാൻഡിങ്ങിലേക്ക് എത്തുന്നത്? അങ്ങനെ നമ്മൾ കാണാറുണ്ട്. അത് നമുക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. കാരണം ഡെലിവറി ആകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് സിസേറിയൻ വേണ്ടി വരുന്നത് പല കാരണങ്ങളും, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴാണ് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുള്ളത്. ഒന്നാമത്തെ കാര്യം, ആദ്യമേ തന്നെ ഗർഭപാത്രമൊക്കെ നോർമലായിട്ട് വികസിച്ച് ഡയലറ്റേഷനൊക്കെ വന്നിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ചിലപ്പോൾ യൂട്രസ് ഒരു ഇനേർഷ്യയിലോട്ട് പോകും. ഇനേർഷ്യയിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും യൂട്രസിന് കൺട്രാക്ഷൻസ് വരത്തില്ല, ബേബി പുറത്ത് വരാൻ മാത്രമുള്ള പെയിൻ വരുന്നില്ല, ഡയലറ്റേഷൻ ആകുന്നില്ല, എത്ര മെഡിസിൻ കൊടുത്തു. അപ്പോൾ ചിലരുടെ യൂട്രസിലുള്ള ചില റിസപ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് ബ്ലോക്ക്ഡ് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതൊരു കാരണമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കംപ്ലീറ്റ് ആയിട്ട് യൂട്രസ് ഡയലേറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കുഞ്ഞിൻ്റെ പൊസിഷൻ ചിലപ്പോൾ ഇറങ്ങി വരാൻ യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ തല പുറത്ത് വരാൻ ചിലർക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടാണ്. അത് ഫുള്ള് യൂട്രസ് ഡയലേറ്റ് ചെയ്തതിന് ശേഷം പോലും ചിലർക്ക് സിസേറിയനിലോട്ട് അവസാനം പോകാറുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് പറയുന്നത്, ചില കുഞ്ഞുങ്ങൾക്ക് ഈ ഡെലിവറി ടൈമിൽ വരുന്ന പെയിൻ, അതായത് ഈ അമ്മയുടെ ഗർഭപാത്രം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനെ പുറത്തോട്ട് എക്സ്പെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടത്തിൽ എന്തെങ്കിലും വ്യതിയാനമോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വളർച്ചക്കുറവുള്ള കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ വ്യതിയാനങ്ങൾ വരും. അപ്പോൾ ഹാർട്ട് ബീറ്റിൽ വ്യതിയാനങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് കൺസർവേറ്റീവായിട്ട് കുറച്ച് IV ഫ്ലൂയിഡ് കൊടുക്കുക, ഓക്സിജൻ കൊടുക്കുക, അങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് ശരിയായി വരുന്നില്ല. ചിലതൊക്കെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞാലും പെട്ടെന്ന് തന്നെ കൂടി വരും, പക്ഷെ ചിലർക്ക് അങ്ങനെ കൂടി വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നായിട്ട് എമർജൻസി സിസേറിയൻ ചെയ്യാറുണ്ട്. ഡോക്ടർ, ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ ദീർഘനേരത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലേബർ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴാണ് ഉണ്ടാവുന്നത്, അത് എത്രത്തോളം പ്രശ്നകാരനാണ്? പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറിക്ക് ശേഷം വരുന്ന ബ്ലീഡിങ്ങിനാണ് പോസ്റ്റ്മോർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. അത് 24 മണിക്കൂറിനുള്ളിലാകാം, അല്ലെങ്കിൽ 24 മണിക്കൂറിന് ശേഷമാകാം. 6 ആഴ്ചയ്ക്കകത്ത് വരെ വരുന്ന ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് എല്ലാം നമ്മൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ്. അപ്പോൾ അത് പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് നമ്മളത് പറയാറുണ്ട്. എന്നാലും ഇമ്മീഡിയറ്റ് ആണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അത് നോർമൽ ഡെലിവറിയിലായാലും സിസേറിയനിലായാലും നമ്മൾ പോസ്റ്റ്മോർട്ടം ഹെമറേജ് കാണാറുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ് വരാൻ സാധ്യതയുള്ള അമ്മമാരെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ നമ്പർ കൂടുന്നത്, പാരിറ്റി കൂടുക എന്ന് പറയും. അതായത് മൂന്നാമത്തെയാണ്, പ്രത്യേകിച്ച് 3, 4 തൊട്ട് ഉള്ള മൂന്നാമത്തെ ഡെലിവറിയാണ് അല്ലെങ്കിൽ 4ാമത്തെ ഡെലിവറിയൊക്കെ ആയിട്ടുള്ള അമ്മമാർക്ക്
ഡെലിവറിക്ക് ശേഷം യൂട്രസ് ചുരുങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണാറുണ്ട്. യൂട്രസ് നോർമലി നമ്മൾ ഡെലിവറി കഴിയുമ്പം ഒരു കല്ല് പോലെയാവും, ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അതുപോലെ ചുരുങ്ങിയാണ് അത് നോർമൽ സൈസിലോട്ട് വരുന്നത്. പക്ഷേ ചില അമ്മമാരിൽ അതങ്ങനെ ചുരുങ്ങാതെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള രക്തക്കൊള്ളികളെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പാടുവരും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് കൂടുതലായിട്ട് ബ്ലീഡിങ് വരുന്നത്. അതാണ് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞിൻ്റെ വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ, വലിപ്പം കൂടുതലുള്ള കുഞ്ഞുങ്ങളല്ലേ 4 കിലോ 4.5 കിലോ ഒക്കെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഡെലിവറി ചെയ്തിട്ടുള്ള അമ്മമാരാണെന്നുണ്ടെങ്കിൽ അത്തരക്കാരിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ രക്തക്കുറവുള്ള അമ്മമാർ, അനീമിയ, ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ള അമ്മമാരിലും കുറച്ച് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഉള്ളത് പ്രീവിയസ് പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് കൂടുതൽ വന്നിട്ടുള്ളവർക്കും ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് കൂടുതൽ വരാൻ റിസ്ക് കൂടുതലാണ്. വെയിറ്റ് കൂടിയ ബേബീസ് പോലെ തന്നെ അമ്മയുടെ യൂട്രസിൻ്റെ അകത്ത് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാലും യൂട്രസ് ഒത്തിരി ഡിസ്റ്റൻറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഡിസ്റ്റൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന യൂട്രസുകളെല്ലാം ഡെലിവറിക്ക് ശേഷം ചുരുങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ കുറേ നേരം ഡെലിവറി കിടന്നു, കുറേ നേരം പെയിൻ വരാനുള്ള മരുന്നൊക്കെ ഇട്ടു, ഡെലിവറി ചെയ്യാൻ കുറേ മണിക്കൂറുകൾ എടുത്തിട്ടുള്ള ഡെലിവറികളിലും ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ഈ വാക്യൂം, ഫോസപ്സ് എന്നൊക്കെ പറയുന്ന കുഞ്ഞിൻ്റെ തല വരാൻ ബുദ്ധിമുട്ടുള്ള ചില അമ്മമാരിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇട്ട് കുഞ്ഞിന് ഡെലിവറി ചെയ്യിപ്പിക്കാറുണ്ട്. അസിസ്റ്റഡ് വജൈനൽ ഡെലിവറി എന്ന് പറയും. അത് ഫോസപ്സ്, വാക്യൂം അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഡെലിവറി ചെയ്യിപ്പിക്കുന്ന മദേഴ്സിലും ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ പെരിനിയൽ ടയേഴ്സ്, ഡെലിവറി സമയത്ത് ഒരു കട്ട് കൊടുത്തിട്ടാണ് ബേബീൻ്റെ ഹെഡ് പുറത്ത് വരുന്നത്. അപ്പോൾ ആ കട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി മലദ്വാരത്തിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് വജൈനയുടെ തന്നെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആണ് പെരിനിയൽ ടയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെരിനിയൽ ടയർ ഉള്ള മദേഴ്സിനും ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുറേ നാളായിട്ട് വെള്ളം പൊട്ടിക്കിടക്കുന്ന, ഫ്ലൂയിഡ് ലീക്കായിട്ട് കിടക്കുന്ന മദേഴ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻ്റെ ചെറിയൊരു അംശം അവർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങളുള്ളവർക്കും ആഫ്റ്റർ ഡെലിവറി ബ്ലീഡിങ് കൂടുതലായിട്ട് വരാനുള്ള റിസ്ക് ഉണ്ട്. ഡോക്ടർ, ഈ ബ്ലീഡിങ് വരുന്ന സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അപ്പൊ ആ സമയത്ത് ഉണ്ടാകാവുന്ന മറ്റ് എമർജൻസീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് ബ്ലീഡിങ് ഒരു പരിധിക്ക് അപ്പുറം കൂടുതൽ വന്നു കഴിഞ്ഞാൽ 500 ml വരെ നോർമലാണ്. 500 ml മുകളിലോട്ട് വരുന്ന എല്ലാ ബ്ലീഡിങ് നോർമൽ ഡെലിവറിയിൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് തന്നെയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്, ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്, യൂട്രസിൻ്റെ അകത്തിരുന്ന ചില ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആണ് യൂട്രസിനെ നമ്മൾ ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അത് കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മദറിനെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. എമർജൻസി ആയിട്ട് കൊണ്ടുപോയിട്ട് ചിലർക്ക് ഗർഭപാത്രം തന്നെ, അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഗർഭപാത്രം തന്നെ ചിലപ്പം നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള വളരെ റെയർ സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ സമയത്ത് മെയിനായിട്ട് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മെഡിസിൻസ്, പിന്നെ IV ഫ്ലൂയിഡ്സ്, നമ്മൾ ഡ്രിപ്പ് വഴി ഫ്ലൂയിഡ്സ് കൊടുക്കുക, ബ്ലഡ് പ്രഷറൊക്കെ കുറഞ്ഞ മദേഴ്സിനാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് കൊടുക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആ സമയത്ത് എമർജൻസി മാനേജ് ചെയ്യാനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, ഈ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഈ പ്ലാസന്റ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് സാധാരണ എല്ലാ ലെയ്മെന്നിന് പോലും അറിയാം. ഈ പ്ലാസന്റയുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഈ ഡെലിവറി കോംപ്ലിക്കേഷൻസിൽ വരാറുണ്ടല്ലോ. അത് എന്തൊക്കെയാണ്, എപ്പോഴാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പോൾ ഈ പ്ലാസന്റ റിലേറ്റഡ് കോസസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. പലതരത്തിലാകാം. പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ നോർമലി ഗർഭപാത്രം ഇങ്ങനെ ബോൾ പോലെ ഇരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്താണ് പ്ലാസന്റ നോർമലി ഇംപ്ലാന്റഡ് ആവുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ചുറ്റും അതിനുള്ള ഭക്ഷണം എല്ലാം കിട്ടുന്നത് അമ്മയുടെ രക്തക്കുഴലുകൾ വഴി കുഞ്ഞിനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ പ്ലാസന്റയും അതിനോട് ചേർന്നിരിക്കുന്ന അംബ്ലിക്കൽ കോഡുമാണ്. അപ്പം അതിലൂടെ ആണ് നോർമലായിട്ട് കുഞ്ഞിനുള്ള ന്യൂട്രീഷനും കുഞ്ഞ് സർവൈവ് ചെയ്യുന്നതും എല്ലാം കിട്ടുന്നതാണ്. ഒന്ന് ഇടപെടുകയാണ്, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. അതിനുശേഷം ഈ പ്ലാസന്റയിലേക്ക് തന്നെ നമുക്ക് വരാം. ഹലോ ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ദേവികയാണ്. ദേവിക എവിടുന്ന് വിളിക്കുന്നു? ഞാൻ എറണാകുളം. ഓക്കെ ഓക്കെ ദേവിക, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പ്രസവ സമയത്തെ സങ്കീർണതകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ മാഡം, പറഞ്ഞോളൂ. 5 മാസമായി പ്രഗ്നന്റ് ആണ്. അപ്പൊ ഇപ്പോഴും വോമിറ്റിംഗ് വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ചില ഫുഡിന്റെ സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വോമിറ്റിങ്ങും ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, വോമിറ്റിംഗ് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്? വേറെ എന്തെങ്കിലും ഉണ്ടോ? വോമിറ്റിങ്ങിന്റെ പ്രശ്നമാണ് വലിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ നോർമലായിട്ട് നമുക്ക്
പ്രഗ്നൻസി ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് വൊമിറ്റിംഗ് വരുന്നത്. അപ്പോൾ സാധാരണയുള്ള ഗർഭിണികൾക്ക് ഒരു 3 മാസം 9 തൊട്ട് 10 ആഴ്ചക്കിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വൊമിറ്റിംഗ് വരുന്നത്. അതിനുശേഷം അത് പയ്യെ കുറഞ്ഞ് 3 തൊട്ട് 5 മാസം വരെ ആകുമ്പോഴേക്കും വോമിറ്റിംഗ് കുറഞ്ഞ് വരേണ്ടതാണ്. പക്ഷേ ചുരുക്കം ചില ആളുകൾക്ക് പിന്നീടും വോമിറ്റിംഗ് കാണാറുണ്ട്. അപ്പം നമുക്ക് തീരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡ്രിപ്പൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കിപ്പോൾ 5 മാസമൊക്കെ ആയതുകൊണ്ട് വോമിറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ സേഫായിട്ട് എടുക്കാവുന്നതാണ്. അതിന്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആഹാരം കഴിക്കാൻ പറ്റുന്നത് പോലെ കഴിക്കുക. കാരണം വോമിറ്റിംഗ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 7-ാം മാസത്തിലേക്ക് സ്കാനിങ് ഒക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് വളർച്ചയൊക്കെ ചിലരിൽ കുറവായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ കഴിവതും പ്രോട്ടീനുള്ള ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുമ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ട് മാഡം, കഴിക്കാൻ പറ്റാത്ത. ഓക്കെ, എന്ത് കഴിച്ചാലും ഛർദിക്കും എന്നുള്ളതാണോ ദേവിക? ഹലോ, എന്ത് കഴിച്ചാലും ഛർദിക്കും എന്നുള്ളതാണോ പ്രശ്നം? ഹലോ മാഡം, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ ഡോക്ടർ എനിക്ക് തോന്നുന്നു എന്ത് കഴിച്ചാലും ഛർദിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് കഴിച്ചാലും അല്ല മാഡം, ജ്യൂസ് അങ്ങനെയൊക്കെ കുഴപ്പമില്ല, അല്ലാണ്ട് ഫുഡായിട്ട് കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് കുറഞ്ഞോളും കേട്ടോ. അപ്പം 5 മാസമൊക്കെ കഴിയുമ്പോൾ തൊട്ട് അത് കുറഞ്ഞു വന്നോളും. കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ വോമിറ്റിംഗ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് സേഫായിട്ട് എടുക്കാവുന്നതാണ്, തീരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, ഇപ്പോൾ ഈ കോളറുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം, ഇതുപോലെ വോമിറ്റിംഗ് പ്രശ്നമുള്ളവർക്ക് അധികം ക്വാണ്ടിറ്റി കഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ന്യൂട്രീഷ്യസ് ആയിട്ട് എന്ത് ചെറിയ സ്നാക്ക് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഒരു സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവും. ഈ വോമിറ്റിംഗ് ഉള്ളവർക്ക് പൊതുവെ ഒന്നും കഴിക്കാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് നമുക്ക് പറയാം നിങ്ങൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒട്ടും പറ്റാത്ത കാര്യമാണ് പ്രോട്ടീൻ. അപ്പം തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കാൻ നോക്കുക. നമ്മുടെ ഡയറ്റ് റെഗുലേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടതെന്നുള്ളത്. ഗർഭിണികൾ ഒരിക്കലും ഇങ്ങനെ 3 നേരം സാധാരണ ആളുകൾ കഴിക്കുന്ന പോലെ കഴിക്കാൻ പാടില്ല. സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആണ് എടുക്കേണ്ടത്. 2 hours ഗ്യാപ്പ് ഇട്ടിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക. അത് നോർമലായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മൾ നിർബന്ധിച്ച് ആരും ഒരു ഗർഭിണിയെ കഴിപ്പിക്കാൻ പാടില്ല. കാരണം അവർക്കത് അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ടേസ്റ്റോ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും അവർ കഴിക്കാത്തത്. കൂടുതൽ നമ്മൾ അവരത് കഴിപ്പിക്കാനായിട്ട് നോക്കി കഴിയുമ്പോഴേക്കും അവരത് വൊമിറ്റ് ചെയ്ത് പോവുകയും അതിൻ്റെ ഫലമായിട്ട് അവർ പിന്നെ ഡീഹൈഡ്രേഷൻ ആകും. പിന്നെ അവർക്ക് ഫ്ലൂയിഡ്സ് ഒക്കെ ഇടാതെ അവർക്ക് ശരിയാകത്തില്ല. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടേ അത് പോകത്തുള്ളൂ. അപ്പോൾ കഴിവതും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം തന്നെ കഴിക്കുക. ഇഷ്ടമുള്ള ആഹാരം കഴിക്കുന്നത് 2 മണിക്കൂർ ഇടവിട്ട് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ് ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് തിരിച്ച് വിഷയത്തിലേക്ക് വരാം. നമ്മൾ പ്ലാസന്റയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഈ യൂട്രസിൻ്റെ നോർമലായിട്ട് മേൽഭാഗത്താണ് പ്ലാസൻ്റ വന്ന് ഇംപ്ലാന്റഡ് ആവുന്നത്. പക്ഷേ ഈ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് മിക്കവരിലും താഴ്ഭാഗത്തുനിന്ന് തന്നെയായിരിക്കും. പക്ഷേ ഒരു മെജോറിറ്റി ആളുകളിലും അതൊരു 5 മാസം കഴിയുമ്പോഴേക്കും യൂട്രസ് വലുതാവുന്ന അനുസരിച്ച് മേളത്തെ ഭാഗത്തോട്ട് അല്ലെങ്കിൽ അപ്പർ സെഗ്മെൻറ്റിലോട്ട് ഈ പ്ലാസൻ്റ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ വലിയ പ്രോബ്ലംസ് ഉണ്ടാവത്തില്ല. പക്ഷേ ചിലർക്ക് ഈ 5 മാസത്തിലെ സ്കാനിങ്ങിലും പ്ലാസൻ്റ കംപ്ലീറ്റ്ലി കവറിങ് ഓസെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് താഴെയാണെന്നൊക്കെ പറയുന്നവർക്ക് 8-ാം മാസം അല്ലെങ്കിൽ 9-ാം മാസത്തിലെ സ്കാനിങ് നോക്കിയാലും പ്ലാസൻ്റ താഴെയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരക്കാർ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ബ്ലീഡിങ് വന്ന് എമർജൻസി ആയിട്ട് ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരാം, പ്രീ ടേമായിട്ട് ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരാം. നോർമൽ ഡെലിവറി അവർക്ക് പോസിബിൾ അല്ല. അപ്പോൾ പ്ലാസൻ്റ പ്രീവിയ ചിലപ്പം പ്രീവിയസ് അതായത് സിസേറിയനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും വളരെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പഴയ സ്റ്റിച്ചിലോട്ട് ഈ പ്ലാസൻ്റ പോയി ഒട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അഡ്ഹറൻറ്റ് പ്ലാസൻ്റ എന്ന് പറയും. അങ്ങനെ ഒട്ടിയിരുന്ന് കഴിഞ്ഞാലും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് നമ്മുടെ യൂട്രസിൻ്റെ തൊട്ട് മുൻപിലാണ് യൂറിനറി ബ്ലാഡർ എങ്കിൽ മൂത്രസഞ്ചി ഇരിക്കുന്നത്. അതിലോട്ടൊക്കെ ഈ പ്ലാസൻ്റ ഇൻവേഡ് ചെയ്യാനൊക്കെയുള്ള വളരെ റെയറാണ് ഈ സിറ്റുവേഷൻസ് ഒക്കെ. പക്ഷേ എന്നാലും നമ്മളിപ്പം കാണാറുണ്ട് അങ്ങനത്തെ അഡ്ഹറൻറ്റ് പ്ലാസൻ്റാസ് ഒക്കെ. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡിങ് വരാനും യൂട്രസ് ചിലപ്പോൾ നീക്കം ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം. അല്ലെങ്കിൽ തന്നെ ഈ പ്ലാസൻ്റ പ്രീവിയയുടെ സിസേറിയൻ സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ട് വരാറുണ്ട്. കുഞ്ഞിനെ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്, ബ്ലീഡിങ് കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ നമ്മളെപ്പോഴും ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങനത്തെ റിസ്ക് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം തന്നെയാണ് സിസേറിയനിലോട്ട് അവരെ നമ്മൾ എടുക്കാറുള്ളത്. ഡോക്ടർ, ഈ കുഞ്ഞിന്റെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൂയിഡ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സാധാരണക്കാർക്ക് അറിയാം. എന്താണ് ഈ ഫ്ലൂയിഡ്, അതിന്റെ പർപ്പസ് എന്താണ്, അത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചിലർക്ക് കൂടുന്ന പ്രശ്നവും നമ്മൾ കേൾക്കുന്നുണ്ട്. കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഈ യൂട്രസിൻ്റെ അകത്ത് ബേബിക്ക് ചുറ്റുമുള്ള ഫ്ലൂയിഡാണ് ആംനിയോട്ടിക് ഫ്ലൂയിഡ്. ബേബിയുടെ യൂറിനാണ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം നോർമലായിട്ട് ബേബിയുടെ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്നതിൻ്റെ ഒരു സൈനും കൂടെയാണ്
ആംനിയോട്ടിക് ഫ്ലൂയിഡ് നോർമൽ അളവിലാണെന്നുള്ളത് വരുന്നത്. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറയുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, കൂടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് കൂടുന്നതാണ് കാണാറുള്ളത്. അത് പ്രധാനമായിട്ടും കാണുന്നത് ഒന്നെങ്കിൽ ഡയബറ്റിസ് ഉള്ള മദേഴ്സിൽ ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. പിന്നെ ബേബിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ബേബീസ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് കൂടുതലായിരിക്കും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട്. പിന്നെ വെയിറ്റ് കൂടിയ ബേബീസിനും കൂടുതൽ കാണാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ഫ്ലൂയിഡ് കൂടി വരുന്ന. വൈകല്യം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള വൈകല്യം? കുഞ്ഞിൻ്റെ കുടലിലുള്ള വൈകല്യങ്ങളാകാം, പിന്നെ എന്താ ഇത് വായിലുള്ള വൈകല്യങ്ങളാകാം, അവരുടെ എല്ലാ വൈകല്യങ്ങളും ഇല്ല, പക്ഷെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ളതോ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളതോ അങ്ങനെയുള്ള വൈകല്യങ്ങൾക്കാണ് കൂടുതലായിട്ട് ഫ്ലൂയിഡ് കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ 5ാം മാസത്തിലെ സ്കാനിങ് നോർമലായിട്ട് പിന്നീട് വരുന്ന ഫ്ലൂയിഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവർക്ക് ഒരു ഡയബറ്റിസ് കാരണം വരുന്ന ഒരു ഫ്ലൂയിഡ് കൂടുതലായിരിക്കാം. അപ്പോൾ പലർക്കും നമ്മൾ സ്കാനിങ്ങിൽ ഫ്ലൂയിഡ് കൂടുതലാണെന്ന് കണ്ട് ഷുഗർ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ 5ാം മാസത്തിൽ നോർമലായിരുന്ന ഷുഗർ വാല്യൂസ് പോലും പെട്ടെന്നത് കൂടിയിട്ടുണ്ടാവും. അപ്പം മെയിൻ കാരണം ഇന്ന് കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റിസ് ആണ്. പിന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് കാരണമില്ലാതെ ഫ്ലൂയിഡ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം ഇതാണ് ഫ്ലൂയിഡ് കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പരിധിക്കപ്പുറം യൂട്രസിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ഇത്രയും ഫ്ലൂയിഡും ബേബി എല്ലാം കൂടെ ഹോൾഡ് ചെയ്യാൻ. അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഫ്ലൂയിഡ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അത് നോർമലി ഡെലിവറിയിലോട്ട് പോകുമല്ലോ. പിന്നെ ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ യൂട്രസ് ചുരുങ്ങി വരാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. പിന്നെ ബേബിക്ക് ICU അഡ്മിഷൻ, ഡയബറ്റീസ് ഒക്കെ ഉള്ള മദേഴ്സിന് ഫ്ലൂയിഡ് കൂടുതലാണെങ്കിൽ ആഫ്റ്റർ ഡെലിവറി ബേബിക്ക് ശ്വാസമുട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശത്തിൻ്റെ വികസനമൊന്നും കറക്റ്റായിട്ട് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ICU അഡ്മിഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അതാണ് ഫ്ലൂയിഡ് കൂടിയ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ചിലർ ഫ്ലൂയിഡ് കുറവാണ്. ഫ്ലൂയിഡ് കുറയുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ബേബിയുടെ യൂറിൻ ആയതുകൊണ്ട് ബേബിയുടെ കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഫ്ലൂയിഡ് കുറഞ്ഞു വരാം. പിന്നെ നമ്മുടെ പ്ലാസൻ്റ ഹെൽത്തി പ്ലാസൻ്റയല്ല, പ്ലാസൻ്റ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല രക്തയോട്ടം ബേബിയുടെ അവയവങ്ങളിലോട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടും ഫ്ലൂയിഡ് കുറഞ്ഞ് കാണാറുണ്ട്. അത് കുറച്ചും കൂടി കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലൂയിഡ് കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒലിഗാംനിയോസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ കുട്ടികൾക്ക് വളർച്ചക്കുറവിനുള്ള സാധ്യതകളുണ്ട്. അവർക്ക് നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ കുറവാണ്. ഡേറ്റ് വരെ പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഡെലിവറിയുടെ സമയത്തും നമ്മൾ പെയിനൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞ് മഷിയിടുക എന്ന് പറയും, മെക്കോണിയം പാസ് ചെയ്യുക. കുഞ്ഞ് യൂട്രസിനകത്ത് വെച്ച് തന്നെ മോഷൻ പാസ് ചെയ്യുന്നതിനാണ് മെക്കോണിയം പാസ് ചെയ്യുക അല്ലെങ്കിൽ മഷിയിടുക എന്ന് പറയുന്നത്. അതൊക്കെ കാണിക്കുന്ന വെച്ചാൽ ബേബി ഡിസ്ട്രസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് എമർജൻസി സിസേറിയനിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരെ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ലേബർ നമ്മൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ തന്നെ ഡെലിവറി ചെയ്യണം, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ത്രൂ ഔട്ട് ലേബർ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലത്ത് വേണം ഡെലിവറി ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലൂയിഡ് കൂടിയിരിക്കുന്നതും കുറഞ്ഞിരിക്കുന്നതും രണ്ടും നല്ലതായിട്ടുള്ള കാര്യം. ഡോക്ടർ, ഈ ഫ്ലൂയിഡ് കുറഞ്ഞിട്ടുള്ള ബേബീസിനാണെങ്കിൽ പിന്നീട് ഇപ്പം നമ്മുടെ ഈ പ്രസവ സമയത്ത് സങ്കീർണതകൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല കുഞ്ഞിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് പോകണമല്ലോ. അപ്പം അങ്ങനെയുള്ള കേസിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ പിന്നീടുള്ള ഹെൽത്തിനെ എങ്ങനെയാണ് അത് ബാധിക്കുക? ഇപ്പം ഫ്ലൂയിഡ് കൂടിയ ബേബീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബർത്ത് വെയിറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ ബർത്ത് വെയിറ്റ് കൂടിയ ബേബീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒബീസിറ്റി, അതായത് കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഒബീസിറ്റി വരാനുള്ള സാധ്യതകളുണ്ട്. ഏർലി ഓൺസെറ്റ് ആയിട്ട് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ അവർക്ക് വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. പിന്നെ വെയിറ്റ് കുറഞ്ഞ ബേബീസ് ഉണ്ട്. വെയിറ്റ് കുറഞ്ഞ ബേബീസ് അവർ ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ബേബീസിനും അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഒക്കെ കുറച്ച് ചിലപ്പോൾ ഡിലേഡ് ആവാൻ സാധ്യതയുണ്ട്. അവരുടെ വെയിറ്റ് ഗെയിൻ കുറച്ച് കുറവായിരിക്കും. പക്ഷേ മെജോറിറ്റി ബേബീസും വലിയ കുഴപ്പമില്ലാതെ വരാറുണ്ട്. വളരെ അൺയൂഷ്വലായിട്ട് ചില ബേബീസിന് ചിലപ്പോൾ കുറച്ചൊരു സ്കൂൾ പെർഫോമൻസ് ഒക്കെ കുറച്ചൊരു മോശമായിട്ട് കാണാറുണ്ട്. പക്ഷേ നോർമലായിട്ട് അവരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണ്. അവർ തെറാപ്പിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അവരുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റായിട്ട്, പണ്ടത്തെ പോലെയല്ല, നമ്മളിപ്പോൾ ഒരു ബേബി ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മൈൽ സ്റ്റോൺസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യേണ്ട സമയത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി നമ്മളത് അസസ് ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പ്രോപ്പർ അതിന് ആവശ്യം എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി കാണുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഇൻ്റർവീൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും അസസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർക്ക് തെറാപ്പിയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഈ പ്രസവ സമയത്ത് സങ്കീർണതയിൽ ഇപ്പം പ്രീ എക്ലാംസിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുക, എന്താണ് ഇതൊക്കെ, എന്തുകൊണ്ടാണ്
ഈ എക്ലാംസി അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നത്? പ്ലാസന്റയിൽ വിട്ടുപോയി വേറൊരു പോയിന്റാണ് പ്ലാസന്റൽ അബ്രപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പ്ലാസന്റൽ അബ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ബേബി ഡെലിവറി ചെയ്യും. ആദ്യം ബേബി ഡെലിവറി ചെയ്തതിന് ശേഷമാണ് പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്ത് അത് നമ്മൾ തന്നെ സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഈ അബ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീമച്വറായിട്ട് പ്ലസന്റ സെപ്പറേറ്റ് ചെയ്ത് വരും. ബേബി ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് തന്നെ യൂട്രസിൽ നിന്ന് പ്ലാസന്റ സെപ്പറേറ്റ് ചെയ്ത് വരും. അതിനാണ് അബ്രപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അത് പ്രസൻറ്റ് ചെയ്യുന്നത് വയറുവേദനയായിട്ടായിരിക്കാം, ചിലർക്ക് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കാം. ഈ അബ്രപ്ഷന് തന്നെ പല ഗ്രേഡുകളുണ്ട്. അപ്പോൾ ചെറിയ ബ്ലീഡിങ്ങോ വയറുവേദനയോ ഒക്കെ ഗർഭിണികൾ കണ്ടാൽ തന്നെ അവർ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. കാരണം ഇത് അബ്രപ്ഷൻ ആണോ അല്ലെങ്കിൽ നോർമൽ ലേബർ ആണോ എന്നുള്ളത് ഒരു ഡോക്ടറിന് മാത്രമേ അത് അസസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ അബ്രപ്ഷൻ കറക്റ്റ് ടൈമിൽ ഇൻ്റർവീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബേബി യൂട്രസിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് വരാം. പെട്ടെന്ന് തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് ബ്ലീഡിങ് വിത്ത് പെയിൻ അബ്ഡോമൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അസസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ അത് അബ്രപ്ഷൻ ആണോ നോർമൽ ലേബർ ആണോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ഈ പ്ലാസൻ്റയായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വേറൊരു ഡെലിവറി ടൈമിൽ വരുന്ന കോംപ്ലിക്കേഷനാണ് കോഡ് പ്രൊലാപ്സ് എന്ന് പറയും. നോർമലായിട്ടൊരു നോർമൽ ഡെലിവറിയിൽ പെയിൻ തുടങ്ങി ഫ്ലൂയിഡ് ബ്രേക്കായി കുഞ്ഞിൻ്റെ തല വരുന്നു. ഇതൊക്കെയാണ് നോർമലി നടക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷേ ഈ ഫ്ലൂയിഡ് ബ്രേക്കായി കഴിയുമ്പോൾ പെട്ടെന്ന് പൊക്കിൾക്കൊടി പുറത്ത് ചാടും ചില കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ പൊക്കിൾക്കൊടി പെട്ടെന്ന് പുറത്ത് ചാടിക്കഴിഞ്ഞാൽ അത് വളരെ എമർജൻസി സിറ്റുവേഷനാണ്. അത് ഡെലിവറിക്കുള്ള ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോഡ് പ്രൊലാപ്സ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ബേബിയെ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഡെലിവറി സമയത്ത് വരുന്ന സങ്കീർണതകളിൽ പെട്ട കാര്യങ്ങളാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് അതാണ് ഇപ്പം നോർമൽ വീട്ടിൽ പ്രസവിക്കുക അല്ലെങ്കിൽ നോർമൽ ഡെലിവറി വളരെ നോർമലാണ്. അതായത് ഒരിക്കലും ഒരു ഗർഭിണി ലേബർ റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഈ ചെയ്യുന്ന ഡോക്ടേഴ്സായാലും ലേബർ റൂമിലെ സ്റ്റാഫ് നഴ്സുമാരെല്ലാവരും ഒരു ഗർഭിണി അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടാണ് അവരെ നോക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ടാണ് എല്ലാവരെയും മോണിറ്റർ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സിസേറിയൻ വെച്ച് നോക്കുമ്പോൾ നോർമൽ ഡെലിവറി ആകുക എന്ന് പറയുന്നത്. ഒരു പേഷ്യൻ്റ് നോർമലായിട്ട് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ ആ ഡോക്ടറിനും അവിടെയുള്ള സ്റ്റാഫിനും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ ഒരിക്കലും നമ്മളതൊരു സിസേറിയനിലോട്ടാകുമെന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഈ കൂടെ നിൽക്കുന്നവർക്ക് കൂട്ടിരിപ്പുകാർക്ക് ഒരിക്കലും മനസ്സിലാവാത്തതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ചിലർക്ക് മനസ്സിലാവുകയില്ല. എപ്പോഴും ആ കുഞ്ഞിനോടൊപ്പം തന്നെ അമ്മയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മളൊരു വെയ് ചെയ്തിട്ടാണ് ഒരാൾക്ക് നോർമലി പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്കിപ്പോൾ സിസേറിയൻ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡെലിവറിയാണ് നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രീ എക്ലാംസിയനെ പറ്റി പറയുകയാണെങ്കിൽ നോർമലായിട്ട് BP കൂടി വരുന്ന സിറ്റുവേഷൻസിനാണ് പ്രീ എക്ലാംസി അല്ലെങ്കിൽ എക്ലാംസിയ എന്ന് പറയുന്നത്. BP കൂടിച്ച് ഭയങ്കര നീരൊക്കെ വെച്ചിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അതായത് നീര്, മുഖത്ത് നീര്, ചിലർക്ക് പ്രഗ്നൻസി ആകുമ്പോൾ മുഖത്ത് നീര്, കാലിൽ നീര്, വയറിൽ നീര്, കയ്യിൽ നീര്, മൊത്തം നീര്. അങ്ങനെ BP ഉള്ള സമയത്ത് ഇങ്ങനെ നീര് വരുന്നതിനാണ് പ്രീ എക്ലാംസിയ എന്ന് പറയുന്നത്. അത് അങ്ങനെയുള്ള അമ്മമാർക്കും വളരെ ക്ലോസ് ആയിട്ട് പ്രഗ്നൻസിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യണം. അവർക്ക് പെട്ടെന്ന് കിഡ്നിയുടെയും ലിവറിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ BP കൂടിയിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചിലർക്ക് 34 ആഴ്ച വരെ, അത് ഒത്തിരി സിവിയർ ആണെന്നുണ്ടെങ്കിൽ 34 ആഴ്ച വരെ നമുക്ക് പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്ര സിവിയർ അല്ലെങ്കിൽ പോലും 37 വീക്സ്, അതായത് 9 മാസം ജസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നോർമൽ ഡെലിവറിയുടെ സാധ്യതകൾ ചിലപ്പോൾ കുറഞ്ഞു വന്നേക്കാം. പിന്നെ ചിലർക്ക് ലേബറിൻ്റെ ടൈമിൽ BP കൂടി വരാം. അപ്പോൾ അതും പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയനിലോട്ടൊക്കെ പോകാനുള്ള കാരണങ്ങളാണ്. പിന്നെ ഈ BP കൂടിയിട്ട് പെട്ടെന്ന് ഫിറ്റ്സ് വരുന്നത്, തലച്ചോറിൽ ബ്ലീഡിങ് വരുന്നത്, അതിനൊക്കെയാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. അത് ഒരു ICU അഡ്മിഷൻ തന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. BP കൂടി തലച്ചോറിലൊക്കെ നീർക്കെട്ട് വന്നിട്ട് പെട്ടെന്ന് ഫിറ്റ്സ് വരുന്നതിനാണ് എക്ലാംസിയ എന്ന് പറയുന്നത്. അതും ഇമ്മീഡിയറ്റ് ആയിട്ട് ബേബിയെ നമ്മൾ പുറത്തെടുത്താൽ മാത്രമേ ഈ എക്ലാംസിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ BP ഉള്ള അമ്മമാർക്ക് ഡെലിവറിക്ക് ശേഷവും എക്ലാംസിയ വരാനുള്ള സാധ്യതകളുണ്ട്. ചില അമ്മമാർക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഫിറ്റ്സ് വരാറുണ്ട്.
അത് ചിലർക്ക് ഡെലിവറി കഴിഞ്ഞിട്ടായിരിക്കും BP വരുന്നത്. അപ്പോൾ ആ സമയത്ത് BP കറക്റ്റ് കൺട്രോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫിറ്റ്സ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡോക്ടർ, ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഇപ്പം തലകറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഗർഭിണിക്ക് എന്ത് ശാരീരിക ബുദ്ധിമുട്ട് വന്നാലും അവരപ്പോൾ തന്നെ ഡോക്ടറെ സമീപിച്ചിരിക്കേണ്ടതാണ്. പ്രഗ്നൻസിയിലാണ് നമുക്ക് എല്ലാ നേരത്തെ ഇല്ലാതിരുന്ന പല സിംറ്റംസും വരുന്നതും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നത്, നമ്മുടെ ബ്ലഡിൻ്റെ വോളിയം കൂടുന്നത്. മിക്കതും ചിലപ്പോൾ ഫിസിയോളജിക്കലായിട്ട് നോർമൽ പ്രഗ്നൻസി ചേഞ്ചസ് ആയിരിക്കാം. പക്ഷെ അത് നോർമലാണോ അബ്നോർമലാണോ എന്നുള്ളത് ഡോക്ടറിന് മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഗർഭിണികൾ എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും, അതെന്തെങ്കിലും ചെറിയ ശ്വാസമുട്ടലാകാം, ചിലർക്ക് എന്തെങ്കിലും തലകറക്കമാകാം, എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ഉടനെ തന്നെ ഡോക്ടറെ സമീപിച്ചിരിക്കേണ്ടതാണ്. ഡോക്ടർ, ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഡെലിവറി സമയത്ത് എത്രത്തോളം സങ്കീർണമായിട്ട് വരണം? കാരണം ചില സ്ത്രീകൾക്ക് നേരത്തെ തന്നെ ചെറിയ ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കാണും. ചിലപ്പം വളരെ മുൻപ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്തവരായിരിക്കും, ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അത് ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? കൃത്യമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രസവ സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും? അതായത് ആസ്മ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് മിക്കവരിലും ഒരു 50 to 60% സ്ത്രീകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ബ്രോങ്കിയൽ ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ടൽ എന്ന് പറയുന്നത്. അത് 1/3 ആളുകൾക്ക് മാത്രമേ പ്രഗ്നൻസിയിൽ അത് വേഴ്സൺ ആകുന്നുള്ളൂ, ആസ്മ കൂടി വരുന്നുള്ളൂ. 1/3 ആളുകൾ ബെറ്റർ ആവുകയാണ് ചെയ്യുക, 1/3 ആളുകൾ അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെയാണ് നോർമലി ആസ്മയുടെ ഒരു ട്രെൻഡ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഇൻഹേലേഴ്സൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ട ശേഷം ഇൻഹേലറിൻ്റെ ഡോസേജ് കൂട്ടുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻഹേലർ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിർത്തി വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇൻഹേലർ റീസ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷെ വളരെ അൺകൺട്രോൾഡ് ആസ്മയായിട്ടുള്ളവർക്ക് ഇൻഹേലറിൽ ചിലപ്പം അവരുടെ ആസ്മ കൺട്രോൾഡ് ആകത്തില്ല. അത്തരക്കാർക്ക് സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വന്നേക്കാം. പിന്നെ അൺകൺട്രോൾഡ് ആസ്മയാണെന്നുണ്ടെങ്കിൽ അത് ബേബിയുടെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര സിവിയർ ആസ്മാറ്റിക് ആയിട്ടുള്ളവരെ നമ്മൾ വളരെ റെയറായിട്ട് പ്രഗ്നൻസിയിൽ കാണാറുള്ളൂ. അപ്പം ഈ ആസ്മയുള്ളവർക്ക് ഡെലിവറി ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നോർമൽ ഡെലിവറി പോയാലും സിസേറിയനിൽ പോയാലും ആസ്മയുള്ളവർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ചില മെഡിസിൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ബ്ലീഡിങ് കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില മെഡിസിൻസൊക്കെ ആസ്മയുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ശ്വാസകോശത്തിലൊക്കെ സ്പാസമൊക്കെ വന്നിട്ട് അവർക്ക് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആസ്മ പ്രഗ്നൻസിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ, ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ഡെലിവറിയിലേക്ക് പോകുമ്പോൾ സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ കൺസീവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, സിൻസ് കൺസെപ്ഷൻ എങ്ങനെയായിരിക്കണം അവർ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതൊന്ന് പറയാമോ? ഈ ശ്വാസതടസ്സം ഞാൻ ഒന്ന് ഇടപെടുന്നു, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ 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 ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, ശരിക്കും കേൾക്കത്തില്ലല്ലോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഹലോ, സംസാരിച്ചോളൂ, എനിക്കിവിടെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. ഡോക്ടർ ഉണ്ട്, ഡോക്ടറോട് ചോദിക്കാം. പ്രസവ സമയത്തെ സങ്കീർണതകളാണ് വിഷയം. ചോദിച്ചോളൂ ചോദ്യം. ഹലോ, ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ഗൈനിക് അല്ലാതെ വേറൊരു സംശയം ഡോക്ടറിന് ചോദിക്കാനുള്ളത്. ഇപ്പം വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ മൈക്രോ ബ്ലേഡിങ്. അതിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും വരുമോ? അത് നമ്മുടെ മേഖലയല്ലാത്തതുകൊണ്ട് വിദഗ്ധമായ അഭിപ്രായം വിദഗ്ധരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. വിദഗ്ധരോട് അതിലെന്തെങ്കിലും വേറെ പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും അങ്ങനെയൊന്നും? ഏത് പ്രൊസീജിയർ ആണെങ്കിലും എല്ലാത്തിനും ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അപ്പം മൈക്രോ ബ്ലേഡിംഗ് ഒക്കെ അത് ചെയ്യുന്ന വിദഗ്ധരോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയാം. അതായത് ഈ ശ്വാസമുട്ടൽ പറഞ്ഞല്ലോ, ശ്വാസമുട്ടലിന്റെ ഒരു പ്രധാന കാര്യമാണ് ആസ്മ. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളും ശ്വാസമുട്ടലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഗർഭിണികളിൽ ശ്വാസമുട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്മയൊന്നും ഇല്ലാത്തവരാണ്, അവർക്ക് വേറെ റീസെൻ്റായിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഹാർട്ടിൻ്റെ എക്കോ എടുത്തിരിക്കണം. അതായത് ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ നമ്മൾ എടുത്തിരിക്കണം. കാരണം നമ്മുടെ പ്രഗ്നൻസിയിൽ നോർമലായിട്ട് നമുക്ക് നോർമലി ഉള്ള ബ്ലഡ് വോളിയത്തെക്കാളും 50% കൂടുന്നുണ്ട് പ്രഗ്നൻസിയിൽ. അപ്പോൾ ചിലർക്ക് നമ്മുടെ ബ്ലഡ് വോളിയം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് കൂടുന്നതനുസരിച്ച് വരുന്ന ഒരു ശ്വാസമുട്ടൽ ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചിലർക്ക്
നമ്മൾക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുള്ള പല ഹൃദയ സംബന്ധമായ പ്രത്യേകിച്ച് വാൽവിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പ്രഗ്നൻസിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഗർഭിണി ശ്വാസമുട്ടൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും അവരെ ഒരു കാർഡിയോളജിസ്റ്റിനെ എടുത്തുവിട്ട് അവരൊരു ഹാർട്ടിൻ്റെ എക്കോ എടുത്തിരിക്കണം. കാരണം വാൽവ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, ഹാർട്ടിലെ രക്തക്കുഴലുകളിലുള്ള പ്രഷറുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രഗ്നൻസിയിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് അതിൻ്റെ പ്രഗ്നൻസിയിലുള്ള അതിൻ്റെ പ്രോഗ്നോസിസ് വരുന്നത്. അപ്പോൾ അത് സിവിയർ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രഗ്നൻസി ചിലപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. പ്രഗ്നൻ്റ് ആകാൻ പാടില്ലാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള മദേഴ്സിനോടൊക്കെ പ്രഗ്നൻസി ടെർമിനേഷൻ തന്നെ ചിലർ കാർഡിയോളജിസ്റ്റുമാർ പറയാറുണ്ട്. കാരണം പ്രഗ്നൻസി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവന് തന്നെ അത് ആപത്തായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ഹാർട്ടിൽ ചെറിയ ത്രോംബസ് എന്ന് പറയും. അതായത് ചിലർക്ക് എന്തെങ്കിലും പ്രഗ്നൻസി എന്ന് പറയുന്നത് ബ്ലഡ് കട്ടയാകുന്ന ഒരു അവസ്ഥയാണ്. നോർമലായിട്ട് ഏത് പ്രഗ്നൻറ്റ് ലേഡീനെ എടുത്താലും നമ്മുടെ ശരീരത്തിലുള്ള ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ചേഞ്ചസ് വരുന്നത് കൊണ്ട് പ്രഗ്നൻസി ഇറ്റ്സെൽഫ് ഇസ് എ ത്രോംബോജനിക് കണ്ടീഷൻ എന്ന് പറയും. അതായത് ബ്ലഡ് പെട്ടെന്ന് കട്ടയാകും. അപ്പോൾ ചില ഗർഭിണികൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തുള്ള പ്രഗ്നൻസികൾ, IVF പ്രഗ്നൻസി പോലെയുള്ള പ്രഗ്നൻസികൾ, ഒബീസായിട്ടുള്ള അമ്മമാർ, പ്രഗ്നൻസിയിൽ ഒത്തിരി ബെഡ് റെസ്റ്റ് എടുക്കുന്നവർ, BP ഉള്ളവർ, അല്ലെങ്കിൽ ഫാമിലിയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന റിസ്ക് ഉള്ളവർ, അല്ലെങ്കിൽ ഈ ഗർഭിണിക്ക് തന്നെ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്ലഡ് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ആ ക്ലോട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഡിസ്ലോഡ്ജ് ചെയ്ത് നമ്മുടെ ഹാർട്ടിലോട്ട് പോകാനും ശ്വാസകോശത്തിലോട്ട് പോകാനും പെട്ടെന്നായിട്ട് അതിന് എംബോളിസം എന്നൊക്കെ പറയും. പെട്ടെന്ന് അവർക്ക് ഒരു ശ്വാസമുട്ടലൊക്കെ വന്ന് ഒരു എമർജൻസി ആയിട്ട് ചിലപ്പോൾ ഒരു മെറ്റേണൽ ഡെത്തിലോട്ട് വരെയൊക്കെ പോകാനായിട്ട് മാത്രം സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാലിൽ നീര് കാണുകയോ കാലിൽ സാധാരണത്തിൽ നിന്നും കൂടുതലായിട്ട് എന്തെങ്കിലും കഴപ്പോ അല്ലെങ്കിൽ വേദനയോ ചുമന്നിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള നമുക്കറിയില്ല, ഒരു പ്രഗ്നൻറ്റ് ലേഡീനെ ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു ഗൈനക്കോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. അതൊരു ജനറൽ ഒരു പ്രാക്ടീഷണറുടെ അടുത്ത് ചെന്നാൽ പോലും ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കൂടെ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ, മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ, ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് പ്രഗ്നന്റ് ആവുന്നതെങ്കിലും വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് ഒബ്സർവ് ചെയ്ത് അപ്പം തന്നെ നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. എല്ലാം നോർമൽ ചേഞ്ചസ് ആണെന്ന് നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റുകയില്ല. ഡോക്ടർ, നമ്മൾ ഈ പ്രസവ സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകാവുന്ന സങ്കീർണതകൾ എനിക്കൊന്നു കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. കുഞ്ഞിനുണ്ടാകുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ്? കുഞ്ഞിനുണ്ടാകുന്ന പ്രോബ്ലംസ് നോർമൽ ഡെലിവറിയെക്കാളും സിസേറിയനിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാറുള്ളത്. കാരണം നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ആ ബേബി ഒരു സ്ട്രെസ്സിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സിലൂടെ ബേബി വരുമ്പം, ബേബി കുറച്ചും കൂടി പുറത്ത് വരുമ്പം അവരുടെ ബോഡിയിലുള്ള സ്റ്റിറോയിഡ് ഹോർമോൺസ് ഒക്കെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഒരു കുറച്ചും കൂടി പെട്ടെന്ന് അവർ ആ പുറത്തുള്ളൊരു ന്യൂ എൻവയോൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ആവുകയും ഈ ശ്വാസം മുട്ടൽ പോലെയുള്ള, അത് ഞാൻ പറയുന്നത് നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ഡേറ്റ് വരെ പോയ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ വെയിറ്റ് ഉള്ള ബേബീസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും അവർക്ക് ICU അഡ്മിഷനൊന്നും വരാറില്ല. ഉടനെ തന്നെ അവർക്ക് മദറിൻ്റെ ഫീഡ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ ചുരുക്കമായിട്ട് നോർമൽ ഡെലിവറി വന്നിട്ട് നോർമലായിട്ട് വന്ന ബേബീസിനും പെട്ടെന്ന് ശ്വാസമുട്ടലൊക്കെ വന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഓക്സിജൻ സഹായവും ICU അഡ്മിഷനൊക്കെ വേണ്ടി വരാറുണ്ട്. എന്നാൽ സിസേറിയൻ ബേബീസിനാണ് കുറച്ചും കൂടി ആഫ്റ്റർ ഡെലിവറി കുറച്ചൊരു ശ്വാസം മുട്ടൽ വന്ന് കാണാറുണ്ട്. പക്ഷെ അത് സെറ്റിലാവും, വലിയ പ്രശ്നമുള്ളതൊന്നും അല്ല. അത് ഡയറക്റ്റ് ബേബിക്ക് വേറെ സ്ട്രെസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് അവർ പുതിയ എൻവയോൺമെൻറ്റുമായിട്ട് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ വരുന്ന ഒരു ചെറിയൊരു ശ്വാസം മുട്ടൽ വരാറുണ്ട്. അപ്പോൾ അത് നോർമലായിട്ട് അങ്ങ് സെറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ വലിയൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകത്തില്ല. എന്നാലും ബേബി ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ICUവിൽ വെക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അത് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ICUവിലൊക്കെ വെക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബേബി ഓൾറൈറ്റാണ്, ഇതെല്ലാം സെറ്റിൽ ആവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പേരൻസിന് ആ ഒരു ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടാവും ഒരു ദിവസം ICUവിലൊക്കെ വെക്കുന്നു എന്ന് പറയുമ്പോൾ. അത് മാത്രമേ സിസേറിയനിൽ വരുന്നുള്ളൂ. പിന്നെ നോർമൽ ഡെലിവറിയിൽ പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട്. പ്രത്യേക സിറ്റുവേഷനിൽ കുഞ്ഞിൻ്റെ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് വലിപ്പ കൂടുതലുള്ള ബേബീസ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആദ്യം തല വന്നു, അതിനുശേഷം ഷോൾഡർ വരണം, എന്നിട്ടാണ് ബാക്കി ഉടലിൻ്റെ ഭാഗങ്ങൾ വരേണ്ടത്. അപ്പോൾ ഈ ഷോൾഡർ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അമ്മയുടെ വജൈനയിൽ ഷോൾഡർ സ്റ്റക്കായി പോകും. അപ്പോൾ ആ സമയത്ത് കുറച്ച് എന്നിട്ട് ഷോൾഡർ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അതിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അത് നോർമലായിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ്, മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഷോൾഡർ ബോൺ ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു നെർവിൻ്റെ ഒരു കോഡുണ്ട്, നെർവ് കോഡ്, നമ്മൾ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയും.
അപ്പോൾ അതിലൊക്കെ ചെറിയൊരു ഇഞ്ചുറി വരും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആഫ്റ്റർ ഡെലിവറി അവരുടെ കൈ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കയ്യിൽ ചെറിയ ഇത് ഷേപ്പിലൊക്കെ വ്യത്യാസം വരാം. ഇങ്ങനെ തിരിഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ചില കുഞ്ഞുങ്ങൾ കൈ അനക്കത്തില്ല. പക്ഷേ ചിലരുടെ അത് കറക്റ്റബിൾ ആയിരിക്കാം. ഫിസിയോതെറാപ്പിയൊക്കെ വെച്ച് തന്നെത്താനെ അത് ശരിയായി വരാം. പക്ഷേ ഈ ന്യൂറോളജിക്കലായിട്ട് വന്ന ഒരു പ്രശ്നം പെർസിസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിൽ അവരെ നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഡയബറ്റീസ് ഉള്ള ഇൻസുലിനൊക്കെ എടുക്കുന്നത്, ബർത്ത് വെയിറ്റ് കൂടുതലുള്ള ഫസ്റ്റ് ഡെലിവറി ചെയ്യുന്ന അമ്മമാർക്ക് ഈ ഷോൾഡർ ഡിസ്റ്റോഷൻ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് കൂടിയ കുഞ്ഞുങ്ങളെ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വയ്ക്കാതിരിക്കുന്നത്. കാരണം കുഞ്ഞിപ്പോൾ സിസേറിയൻ ആയാലും ഒരു വൈകല്യമുള്ള കുഞ്ഞിനെക്കാട്ടിലും ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞിനെ നമ്മൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ കുറേ നേരം കുഞ്ഞിനെ ഇങ്ങനെ തല വന്നിരുന്ന് ചിലപ്പോൾ മദറിന് പെയിൻ സഹിക്കാൻ പറ്റാതെ മദർ ടയേർഡായി പോവുകയാണ്, അവർക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഡെലിവറി അങ്ങ് പ്രൊലോങ്ഡ് ആയിപ്പോവും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വേറെ ആളുടെ അസിസ്റ്റൻസോട് കൂടിയായിരിക്കും ബേബിയെ പുഷ് ചെയ്ത് പുറത്തെടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ കുഞ്ഞിന് ചിലപ്പം കുറച്ചൊരു അത്ര ആക്റ്റീവ് ആയിരിക്കത്തില്ല, കുഞ്ഞിൻ്റെ കളറൊക്കെ കുറച്ച് ഡൾ കളറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബേബീസിനും ICU അഡ്മിഷനും വരാം, കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരാം. ഇതൊക്കെ ഇങ്ങനെ പർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ മാത്രമേ വരാറുള്ളൂ. അല്ലാതെ നോർമൽ പ്രോഗ്രസ്സിൽ പോകുന്ന ഒരു ഡെലിവറിയിൽ കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് വരാനുള്ളത് സാധ്യതകൾ കുറച്ച് കുറവാണ്. പിന്നെ ചില ബേബീസിന് ആഫ്റ്റർ ഡെലിവറി മഞ്ഞ വരാനുള്ള സാധ്യതകളുണ്ട്. ജോണ്ടിസ് വരാം. ജോണ്ടിസ് വരുന്നതാണ്. അപ്പോൾ അതായത് പല നോർമലായിട്ടും ജോണ്ടിസ് വരാം. ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. അത് നോർമലായിട്ടുള്ളതങ്ങ് സെറ്റിൽ ആയിക്കോളും. ചില കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ആഫ്റ്റർ ഡെലിവറി മദറിൻ്റെ ഫീഡ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പേരൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ബർത്ത് വെയിറ്റ് കൂടിയ ബേബീസാണ്, നെഗറ്റീവ് ഗ്രൂപ്പുള്ള അമ്മമാരുടെ ബേബീസ്, അങ്ങനെയൊക്കെയുള്ള ബേബീസിന് ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജോണ്ടിസ് വന്നു കഴിഞ്ഞാൽ ലൈറ്റിൽ വയ്ക്കുന്ന ഫോട്ടോതെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് 24 hours ബേബിക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ അതെല്ലാം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ ബേബീസിന് കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത് പ്രീറ്റമായിട്ട്, അതായത് ഡേറ്റ് ആകാതെ ഡെലിവറി ചെയ്യുന്ന ബേബീസിനായിരിക്കും. പിന്നെ മദറിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഫ്ലൂയിഡ് ബ്രേക്കായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള മദേഴ്സിനും ഒക്കെ ഇതുപോലെ വരാനുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻസ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോഡ് പ്രൊലാപ്സ് അങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് ബേബിക്കുള്ള ഓക്സിജൻ കുറഞ്ഞു പോയിട്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെലിവറി ചെയ്തു, ബേബി ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കത്തില്ല, അങ്ങനെയുള്ള ബേബീസിന് ശ്വാസം മുട്ടലുണ്ടാകാം, വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടി വന്നേക്കാം. അത്തരത്തിലുള്ള ബേബീസിനൊക്കെ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഡോക്ടർ, ഈ പ്രസവ സമയത്തെ സങ്കീർണതകളിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സങ്കീർണത, അപ്പം നമ്മൾ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, കുഞ്ഞ് പുറത്തു വന്നു പക്ഷെ അത് ബ്രീത്ത് ചെയ്യുന്നില്ല. അപ്പൊ ഡോക്ടേഴ്സ് വളരെ അധ്വാനിച്ച് കുഞ്ഞിനെ ബ്രീത്ത് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും വാട്സാപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രസവ സമയത്തെ ഒരു പ്രധാനപ്പെട്ട സങ്കീർണതയല്ലേ? അത് എങ്ങനെയാണ് അത്തരം സാഹചര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഫസ്റ്റ് കുഞ്ഞ് ജനിച്ചാൽ ഉടനെ കരഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബേബി ആയിരിക്കുന്നു സാധാരണക്കാർക്ക് അറിയാം. അങ്ങനെ കരഞ്ഞില്ല എങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് കുഞ്ഞുങ്ങൾ എല്ലാവരും ഡെലിവറി ചെയ്യുമ്പോൾ നോർമലായിട്ട് കരയേണ്ടതാണ്. ആ കരച്ചിലാണ് കുഞ്ഞ് നോർമലായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, അവർ ആക്റ്റീവാണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സൈനാണിത്. അപ്പം നോർമലായിട്ട് കരയാതെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ഡെലിവറി ആകാം. ഇപ്പോൾ സിസേറിയനിലാണെങ്കിലും നോർമൽ ഡെലിവറിയിലാണെങ്കിലും കുഞ്ഞിന് ചിലപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അത് ആരുടെയും കുറ്റമല്ല, അത് അവരുടെ ശരീരഘടനയുടെ പ്രശ്നവും. ചില ഭയങ്കര വണ്ണമുള്ള അമ്മമാർക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മദർ ഈ സമയത്ത് ഡെലിവറിയുടെ സമയത്ത് പുഷ് ചെയ്യാതിരിക്കുകയോ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ഒട്ടലുകളോ, ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാതെ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു നിയോനെറ്റോളജിസ്റ്റ്, അതായത് ബേബീനെ നോക്കുന്ന ഒരു ഡോക്ടറുടെ സഹായം വളരെ അത്യാവശ്യമാണ്. നിയോനെറ്റോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് ബേബീനെ റാപ്പ് ചെയ്ത് ബേബിക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ കൊടുക്കുകയും അവർക്ക് ചെസ്റ്റ് കംപ്രഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ്ലി ടൈംലി ഇൻ്റർവെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്ക ബേബീസിനും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. എന്നാൽ കുറച്ചധികം നേരം കുഞ്ഞ് കരയാതിരിക്കുകയും കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കിട്ടാതെ ഇരുന്നിട്ട് നമ്മൾ പിന്നീട് ആർട്ടിഫിഷ്യലായിട്ട് കുഞ്ഞിനെ റിവൈവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കുട്ടികൾക്ക് പിന്നീട് പ്രശ്നങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. ഡോക്ടർ, ഒരു ചോദ്യം പെട്ടെന്ന് ആൻസർ ചെയ്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം. ഈ ഇൻഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം? ഇല്ല, ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേക സിറ്റുവേഷൻസിൽ, അതായത് BP കൂടുതൽ, ഷുഗർ കൂടുതൽ, ബേബിയുടെ ഗ്രോത്തിന് പ്രശ്നം, അങ്ങനെ പ്രത്യേക സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ഒരു പ്രശ്നം എന്ന് പറയുന്നത് ചിലർക്ക് നോർമൽ
ആകാനുള്ള സാധ്യതകൾ ചിലപ്പോൾ കുറവായിരിക്കും ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ഏതായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു, ഡിസ്കഷൻ ആയിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ജീനു ബാബു, യാന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തിയത്. ഒരുപാട് നന്ദി ഡോക്ടർ. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. താങ്ക് യു.